ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അർച്ചന എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് അർച്ചന. എനിക്ക് 25 വയസ്സ്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം. എൻ്റെ ജാതകത്തിൽ 25 വയസ്സിന് മുമ്പ് വിവാഹം നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിയും എന്നാണ്. അതുകൊണ്ട് 25 വയസ്സിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു. ചില പ്രത്യേക ദോഷങ്ങളുള്ള ജാതകമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ വരനെ കണ്ടെത്താൻ ഒത്തിരി പാടുപെട്ടു. അവസാനം എനിക്ക് അശോകേട്ടനെ കിട്ടി. അശോകേട്ടൻ എന്നുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഭംഗിയുമില്ല. വീട്ടുകാർ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ഇദ്ദേഹത്തോടൊത്ത് എങ്ങനെ കുടുംബം നടത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വെറുപ്പാണ് തോന്നിയത്. ആദ്യ ദിവസം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഇങ്ങനെയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കി ജീവിക്കേണ്ടി വരുമെന്ന് തോന്നി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചല്ലമാണ് സംഭവിച്ചത്. അതെന്നെ ഞെട്ടിച്ചു. കാര്യം ആദ്യ രാത്രി തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞത്, എനിക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ല. അതെന്താ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഇത്തരം വിഷയങ്ങളോട് ഒരു താല്പര്യവുമില്ല. ആക്ച്വലി മറ്റൊരാളുടെ ശരീരം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എനിക്കിത്തിരി വെറുപ്പുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾക്കിടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് സ്വയമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഇഷ്ടം, അല്ലാതെ മറ്റൊരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് ഞാൻ ചവഞ്ഞങ്ങ് ചോദിച്ചു. കാര്യം ഉള്ളിൽ സന്തോഷം നിറമുട്ടെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാനായില്ല. എന്താണ് അയാളുടെ ജീവിത ലക്ഷ്യം എന്നറിയണമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിൻ്റെ കൂട്ട് തന്നെ ജാതകത്തിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ നിർബന്ധം, സ്വത്ത്, സമ്പത്ത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. സമൂഹത്തിൽ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പല കല്യാണങ്ങളും. കല്യാണത്തിന് മുമ്പേ തന്നെ നീ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്കെന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണെന്ന്. അല്ലെങ്കിലും സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് ചേർന്ന ആണുങ്ങൾ തന്നെ വേണം. പക്ഷേ ഈ ജാതകവും മറ്റും നോക്കിയിരിക്കുമ്പോഴേക്കും അതൊന്നും നടക്കുകയില്ല. നീ മിടുക്കിയായിരുന്നെങ്കിൽ നല്ലൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകണമായിരുന്നു. അപ്പോൾ ജാതകമൊന്നും ഒരിക്കലും പ്രശ്നമാകില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ വീട്ടുകാരിന്ന് ധിഖരിച്ചിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിച്ചു പോകാനേ പറ്റുകയുള്ളൂ. ഞാൻ നിൻ്റെ ഏരിയയിലേക്ക് കടക്കുന്നില്ല, നീ എൻ്റെ ഏരിയയിലേക്കും എൻ്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. പിന്നെ എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അത് നീ രഹസ്യമായിട്ട് സൂക്ഷിച്ചോണം. എന്തെങ്കിലും കൊതിമൂത്ത് ഏതെങ്കിലും ബന്ധത്തിൽ പോയി നീ ചാടിക്കഴിഞ്ഞാൽ അത് നീ തന്നെ മാനേജ് ചെയ്യണം. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രം പറഞ്ഞു. മാഡം, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഒരു കണക്കിന് അത് മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒട്ടും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹം, അതിൽ ഇങ്ങനെയൊരു കരാർ പറഞ്ഞപ്പോൾ അതെനിക്ക് സന്തോഷം. ആരും ഒന്നും അറിയാതിരിക്കാൻ ഞങ്ങൾ സന്തോഷമുള്ള ദമ്പതികളെ പോലെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി പുള്ളിക്കാരന് വേറെന്തോ പ്രാർത്ഥനകളോ ആരാധന രീതികളോ ഒക്കെയുണ്ട്. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഇടപെടാൻ വരണ്ട, അത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ചില പ്രത്യേക പ്രാർത്ഥനകളാണെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ദുർമന്ത്രവാദമോ പരിപാടികളോ വല്ലതും കാണുമെന്ന്. എന്തായാലും എന്നെ അതിലേക്ക് വലിച്ചഴക്കരുത്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനില്ലെന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷമാണെന്ന് കരുതിയ ആ സിറ്റുവേഷൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ബോറാണ്, ഒന്നും ചെയ്യാനില്ല. ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതിൽ അങ്ങനെയൊന്നുമില്ല. വീട്ടിലെ ജോലി ചെയ്യുക, അമ്മായിമ്മയാണെങ്കിൽ അവാർഡ് പടം ടൈപ്പ്, അമ്മായച്ചനാണെങ്കിൽ വേറൊരു ടൈപ്പ്. ആകെ കൂടി എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ജോലിക്ക് വല്ലതും പോയിക്കോന്ന്. എങ്കിൽ ഇനി ആ വഴി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ പല സ്ഥലത്തും പോയി. എങ്കിലും ചില ജോലികളെന്ന് പറയുമ്പോൾ ഭർത്താവിന് സമ്മതമല്ല, കടയിൽ നിൽക്കാൻ സമ്മതമല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി കിട്ടിയത്. അത് വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചില കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ് കൂടുതലും വരിക, ഇല്ലെങ്കിൽ +2 കഴിഞ്ഞവർ. എന്തായാലും നല്ല രസമുണ്ട്. വരുന്നതൊക്കെ നല്ല പണമുള്ള വീട്ടിലെ ആൾക്കാരാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സൗന്ദര്യമുള്ളവരും സ്റ്റാൻഡേർഡ് ഉള്ളവരും ഒക്കെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒത്തിരി താല്പര്യം തോന്നി അവിടെ ജോലി ചെയ്യാൻ. സാലറി അങ്ങനെ വലിയ കുന്നുപോലെ ഇല്ലെങ്കിലും നല്ല രസമുള്ള അന്തരീക്ഷം, ഭംഗിയുള്ള മുഖങ്ങൾ. പിന്നെ ആമ്പിള്ളാരാണെങ്കിൽ ചെത്തി മിനിങ്ങിയാണ് വരുന്നത്. ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോഴില്ലേ മാഡം, എനിക്ക് തോന്നും, ഷോ ഇവന്മാരൊക്കെ ഒരു പെണ്ണെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണെ മാത്രം, അല്ലാതെ എത്രയോ പെണ്ണുങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടി കയറി ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, പ്രേമിച്ചെന്തിനെ കല്യാണം കഴിക്കുന്നത്, എന്തിനാണ് പ്രേമിക്കുന്നവരെ മുഴുവൻ പേരെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതൊക്കെ ഒരു ബാഡ് കൺസെപ്റ്റാണ്.
ഒരാളുമായി മാത്രം ദീർഘകാലം ജീവിക്കുക, അങ്ങനെ ജീവിക്കാനുള്ള സിറ്റുവേഷൻ എനിക്കുണ്ടല്ലോ എൻ്റെ ഭർത്താവുമായിട്ട്. അങ്ങനെ പൂജയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവിടെ എന്തെങ്കിലും എഴുകുന്നുണ്ടായിരിക്കാം. എനിക്കാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഡേഞ്ചറസ് അല്ലാതെ മറ്റു പല കാര്യങ്ങളും നോക്കാവുന്നതാണ്. വിശാലമായ വാതായനങ്ങൾ എൻ്റെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. പ്രേമിക്കാനും ഒച്ചയുണ്ടാക്കാനും ബഹളം വെക്കാതെ ഒന്നും പോയി കഴിഞ്ഞാൽ ചുളുവിൽ എനിക്ക് ഈ വരുന്ന സുന്ദര കുട്ടപ്പന്മാരിൽ പലരെയും എൻ്റെ അന്തഃപുരത്തിലെ വെള്ളിപ്പൂങ്കുളത്തിലെ അരണ്യങ്ങളായി നീന്തി തുടിപ്പിക്കാൻ പറ്റില്ലേ എന്ന് ഞാൻ ഓർത്തു. പറ്റും, എനിക്കും വേണം അനുഭവങ്ങൾ. ആദ്യത്തെ ദിവസത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് നടന്നില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ പല കുമാരന്മാർ എൻ്റെ അന്തഃപുരങ്ങൾ അലങ്കരിക്കുന്ന രീതിയിൽ രാജ്ഞിയായിട്ട് എനിക്ക് മേവാൻ പറ്റില്ലേ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പറ്റുമെന്ന് എൻ്റെ മനസ്സ് പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ ഓരോ ചെക്കന്മാരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകി സംസാരിക്കാൻ തുടങ്ങി. ഓനെ നിന്നെ ഇന്നലെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ മൊബൈലിൽ വിളിക്കുകയും ചെയ്യും. അങ്ങനെ പല കോണ്ടാക്റ്റുകളും എനിക്കായി. എൻ്റെ വാട്സാപ്പ് നിറഞ്ഞു കവിഞ്ഞു. ചെക്കന്മാരൊക്കെ എന്നെ കണ്ടതുകൊണ്ട് പലപ്പോഴും രാത്രിയിൽ ചേച്ചി ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ആ സമയത്ത് ചിലർ കിസ് ഇമോജിയും ലവ് ഇമോജി വിടും. ഞാനതിന് മറുപടിയായി ഒരു കൈ ഇങ്ങനെ കൊടുക്കും, തംസപ്പ്. അതല്ലാതെ ഒന്നും കൊടുക്കില്ല. കാര്യം ഒരിക്കൽ സ്ത്രീ ആദ്യം കയറി ഒന്നും പറയരുത്. പറഞ്ഞാൽ അവൾ പോക്കു കേസ്. ഇനിയിപ്പോൾ അവൾ 12 കുളത്തിൽ കുളിച്ചിട്ട് വന്നവളാണെങ്കിലും ഞാൻ വെള്ളം കണ്ടിട്ടേയില്ല എന്ന് പറയുന്നതാണ് ആണുങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഒരു പയ്യൻ, അവൻ വലിയൊരു ബിസിനസ്സുകാരൻ്റെ മോനാണ്. എനിക്കറിയാം, നഗരത്തിലെ അറിയപ്പെടുന്ന ഒരാളാണ് അവൻ്റെ അച്ഛൻ. ചെക്കനെല്ലാവരോടും ഇത്തിരി ഓവർ ആക്ടിവിറ്റിയാണ്. നമ്മളോടൊക്കെ അമിത സ്വാതന്ത്ര്യത്തിലാണ് ഇടപെടുന്നത്. അവനും എനിക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ ഇടുമായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ മൂന്നാറിൽ ടൂർ പോകുന്നുണ്ട്, ചേച്ചി ടൂർ വരുന്നോന്നും. ഓ, ഞാൻ പറഞ്ഞു മൂന്നാർ ടൂർ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി വാ, നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും പിന്നെ കട്ടൻ ചായയൊന്നും. ഞാൻ പറഞ്ഞു, കട്ടൻ ചായ എൻ്റെ വീട്ടിലുണ്ടാക്കി ചാറ്റൽ മഴയ്ക്ക് കുടിക്കാൻ എനിക്കറിയില്ലേ, അതിന് വേണ്ടിയിട്ടിപ്പം മൂന്നാറിൽ വരെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കട്ടൻ ചായ ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ പാല് നന്നായി കട്ടിക്കൊഴിച്ച് ചേച്ചിക്ക് കട്ടിയുള്ള പാൽ ചായ തരാമെന്ന് പറഞ്ഞു. നല്ല മിൽമ പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മോനെ, ഞാൻ തന്നെ ഇട്ട് ചായ കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നും ഒരേ തരം പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും, മറ്റു ബ്രാൻഡുകളുടെയും പാല് ചേച്ചി ഒന്ന് രുചിച്ച് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല, എനിക്കെപ്പോഴും ഇഷ്ടം മിൽമയാണെന്നും. അപ്പോൾ അവന് തിരിച്ച് സെയിം പിഞ്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, മിൽമയിലാണ് എൻ്റെ ശ്രദ്ധയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. കൂട്ടത്തിൽ ചെറുക്കൻ 2 ഇമോജിയും അയച്ചു തന്നു. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. പച്ചയ്ക്ക് ചെക്കൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത്തിരി പാടുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ചാറ്റ് ചെയ്ത് പരിചയമില്ല. എന്തായാലും അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഏകദേശം അറിയാമായിരുന്നു. അവസാനം ഇമോജി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ അമ്പരന്ന് പോയി. അപ്പോൾ ഞാനൊന്നും മിണ്ടാതെ അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെയുള്ള ഇമേജ് അയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒരു വാഴപ്പഴം എനിക്ക് അയച്ചു തന്നു. അപ്പോഴെനിക്ക് കാര്യം നന്നായി മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ നീർത്തുള്ളികളുടെ ഒരു മെസ്സേജും ഒരു താമരയും കൂടി ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവനോട് ചോദിച്ചു, ചേച്ചി ഓക്കെ ആണോ എന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഓക്കെ ആണോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് തംസപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നീട് എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലാ, ഇപ്പോൾ വിളിക്കില്ലെന്ന്, പ്ലീസ് ചേച്ചി ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്തു. എന്താടാ, എന്താ? അല്ല ചേച്ചി, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ചാറ്റ് ചെയ്തത് ചേച്ചിക്ക് മനസ്സിലായെന്ന്. നീ എന്നോട് പഞ്ചാര അടിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത് സത്യമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോകുന്നുണ്ട്. അയ്യടാ, നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് അവസാനം പത്രത്തിൽ എൻ്റെ പേര് ഇരാന്ന് വരാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചു. ചേച്ചി അതല്ല പറഞ്ഞത്, എൻ്റെ കൂടെ ചേച്ചിക്ക് വരാൻ സമ്മതമാണോന്ന്. ഞാൻ പറഞ്ഞടാ, ഞാൻ കല്യാണം കഴിച്ചാൽ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് ഒത്തിരി ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. ചേച്ചി എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒന്ന് ചാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് റിസോർട്ടുണ്ട്, അവിടെ സേഫാണ്. ഒരു ട്രീ ഹൗസ്, ലക്ഷറിയാണ്, ചുറ്റും തേയിലത്തോട്ടം, വേറെ ആരുമില്ല നമ്മളെ ശല്യപ്പെടുത്താൻ. ആഹാ, വല്ല കാട്ടാനയും വരുമായിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് അവിടെ കാട്ടാനൊന്നും വരില്ല. അഥവാ കാട്ടാൻ വന്നാലും താഴെ മരത്തിൻ്റെ മൂട്ടിൽ വന്ന് 2 കൊമ്പിട്ടിളക്കിയിട്ട് അങ്ങ് പോകുമെന്ന്. ആഹാ, അതെന്താടാ, മരം വീഴില്ലേ? ഏയ് ഇത് വമ്പൻ മരമാ, വമ്പൻ സെറ്റപ്പാ ചേച്ചി.
അപ്പോൾ കാട്ടാന വരില്ലേ? ചേച്ചിക്ക് എന്തോ കാട്ടാനകളോട് വലിയ താല്പര്യം. നാട്ടാന വന്നാൽ പറ്റില്ലേ ചേച്ചി? കാട്ടുകൊമ്പനേക്കാൾ ശൗര്യമുള്ള നാട്ടാന വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നീയാണ് ആ നാട്ടാനക്കുട്ടി അല്ലേ? പക്ഷേ നിന്റെ കഥ കേട്ടിട്ട് എനിക്കൊരു പ്രശ്നം തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാ ചേച്ചി പ്രശ്നം? അല്ലടാ, നീ ഇങ്ങനെ പല ആളുകളെയും കൂട്ടിക്കൊണ്ടുപോയി നാട്ടാനക്കൂട്ടത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നീ തകർത്ത് കാണും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി എന്നെ എങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ആ, നീ വലിയ വാചകമൊന്നും അടിക്കണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സത്യസന്ധമായി എന്നോട് പറയുക, ഇതിനു മുമ്പ് എത്ര പെണ്ണുങ്ങളുമായി നീ ട്രീ ഹൗസിൽ പോയിട്ടുണ്ട്? സത്യം പറഞ്ഞ് നമ്മൾ നല്ല ഫ്രണ്ട്സിനെ പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മൂന്നാർ വന്നേക്കും, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വരില്ല. തുറന്ന് പറഞ്ഞ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഇനിയിപ്പോൾ ചേച്ചി വന്നു കഴിഞ്ഞാൽ 12. കാര്യം ഞങ്ങൾ ഈ അടുത്ത ദിവസം ടൂർ പോകുന്നുണ്ട്. അന്ന് ആരെങ്കിലും കാണും കൂടെ. അത് 11 അത് കഴിഞ്ഞാണ് ചേച്ചി വരുന്നതെങ്കിൽ 12. ഓക്കെ, ആകെ മൊത്തം ടോട്ടൽ 12 ബന്ധമേ നിനക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അത് കറക്റ്റാണ് ചേച്ചി. കാര്യം അവൻ്റെ റിസോർട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാറുള്ളൂ. കാര്യം എനിക്കവിടെ സേഫ് പ്ലേസാണ്. അതെന്താണ് അങ്ങനെ ചേച്ചി? ആപ്പ് ഉപ്പ് ആൾക്കാരെയൊന്നും നമ്മൾ അടുപ്പിക്കാറില്ല. നല്ല പണം കൊടുത്ത് ചിലപ്പോൾ നല്ല വിശിഷ്ടരായ വ്യക്തികളെ വരെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചില പടങ്ങളും എനിക്ക് അയച്ചു വന്നു. ചില പ്രശസ്തരായ താരങ്ങളുടെ കൂടെയൊക്കെ അവൻ ഇരിക്കുന്നതും ആ ഒരു റിസോർട്ടിൽ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ഒക്കെ. ആ പെൺകുട്ടികളൊക്കെ നാട്ടിലും വീട്ടിലുമൊക്കെ അറിയപ്പെടുന്ന ശീലാവധികളാണ്. ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഒരു ഷൂട്ടിന് പോയപ്പോൾ അയാൾ എന്നോട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഉടനെ തന്നെ ഇറങ്ങിപ്പോന്നു. എനിക്ക് മാനമാണ് മുഖ്യം. ഇവളുമാരുടെയൊക്കെ മാനം മുകളിൽ കണ്ട മാനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരുന്ന് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരാണ് ഭൂലോക പോക്കേഴ്സുകളെന്ന് എനിക്കപ്പോഴേ മനസ്സിലായി. ഇനിയിപ്പോൾ നല്ലവളായൊരു പെൺകുട്ടിയാണെങ്കിൽ താൻ തന്നെ പാടിന് പോകൂ എന്ന് പറഞ്ഞ് അവനൊരു കാര്യം നോക്കി മുന്നോട്ട് പോകും. അങ്ങനെയാണ് കൂടുതൽ വെളുപ്പിക്കാൻ നടക്കുന്നവരെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് എനിക്കതോടുകൂടി മനസ്സിലായി. അല്ല, ഈ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, ലക്ഷ്യങ്ങളാകാം. പണം ഒരു പ്രശ്നമല്ല. ചേച്ചിക്ക് പണം വേണോ? അത് എത്ര വേണമെങ്കിലും ചോദിക്കാം, സൗഹൃദം കൊണ്ട് വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ എനിക്ക് ഉപകാരമുണ്ടാകണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, പണമൊന്നും എൻ്റെ ലക്ഷ്യമല്ല. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. എൻ്റെ ഫാമിലി ജീവിതത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് ഈ കാര്യം സംസാരിച്ച ഒരു പയ്യനില്ലേ മാഡം, എൻ്റെ വിവാഹ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു, എങ്ങും കേട്ടിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങേർക്ക് എന്താ പരിപാടി, എന്ത് പൂജയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. അങ്ങേരുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനാണ് വെറുതെ കാത്തിരിക്കുന്നത്? ഞങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ വാ എന്ന് പറഞ്ഞു. ആഗ്രഹമുണ്ടടാ, പിന്നെന്താ തടസ്സം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് അങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ശരിക്കും ഞാനൊരു നവോദിനെ പോലെ പാലൊക്കെ പിടിച്ച് അകത്തേക്ക് വരുന്നു. മണിയറ അലങ്കരിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഭർത്താവെന്ന് വെച്ചോളൂ, അവിടെ നിൽക്കുന്നു. സ്നേഹവായ്പോടെ എന്നെ ചേർത്ത് പിടിക്കുന്നു. വാതിൽ കുട്ടിയടയുന്നു, കിളികൾ കൊക്കുരുമുന്നു. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് നല്ലൊരു വിവാഹ ജീവിതമായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇത് വേസ്റ്റായി പോയല്ലോ. ഞാൻ ഒരു സജഷൻ പറയട്ടെ എന്നോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും ചേച്ചിയും മാത്രമായി ആദ്യത്തെ ട്രിപ്പ്. ആ ട്രിപ്പിൽ ഞാൻ തന്നെ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ചു വരുത്തി ചേച്ചിയെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കുന്നു. ഞാനാണെങ്കിൽ ഒരു വരനെ പോലെ മുണ്ട് ജുബയൊക്കെ എടുത്ത് നിൽക്കാം. പിന്നെ ആ മുറിയെല്ലാം അലങ്കരിക്കാം. റിസോർട്ട് നമുക്ക് സ്വന്തം പോലെയാണല്ലോ, എല്ലാം അറേഞ്ച് ചെയ്യാം. എല്ലാം ആരും അറിയുകയില്ല. ചേച്ചിക്ക് ഈ പറഞ്ഞ സ്വപ്നങ്ങൾ നടത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, വ്യത്യസ്തമായ ഒരു ഐഡിയയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാത്തത്. ആദ്യം ഞാനിങ്ങനെ ഒരു വഴി തെറ്റിയിരിക്കുമ്പോൾ അത് നല്ലൊരു രീതിയിലെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ ട്രെയിനിങ്ങിനാണെന്നോ ക്യാമ്പയിനാണെന്നോ പറഞ്ഞിട്ട് ഇറങ്ങി വരാമെന്ന്. ഭർത്താവിനോട് ഞാൻ ഇങ്ങനെയൊരു കാൽവയ്പ് നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് നീ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് 100 കൂട്ട പ്രശ്നങ്ങൾ പറയും. അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല, ജോലിയുടെ ഭാഗമായി പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ മൂന്നാറിലേക്ക് പോയത്.
അവൻ്റെ കൂടെ മാത്രം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെറിയ കാറിൽ ആദ്യത്തെ യാത്ര, റൊമാൻറ്റിക്കായുള്ള പല സംസാരങ്ങളും. അതിനിടയ്ക്ക് അവൻ്റെ കൈ നീണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇന്നത്തെ ദിവസം നീ ഓർക്കണമെന്ന്. അങ്ങനെ അവൻ എനിക്ക് വേണ്ടി അവിടെ ഒരു ബ്യൂട്ടീഷ്യനെ കണ്ടെത്തി. ശരിക്കും സാരിയും മുല്ലപ്പൂവും 2 വലിയ മാലയൊക്കെ ഇട്ടിട്ടാണ് എന്നെ അകത്തേക്ക് വിട്ടത്. അപ്പോഴേക്കും അവന് ഒരുങ്ങി നിന്നിരുന്നു. അത് ശരിക്കും സ്വപ്ന സമാനമായിട്ട് എനിക്ക് തോന്നി. നല്ല അരയണങ്ങളെയൊക്കെ വെച്ച് അലങ്കരിച്ച കട്ടിൽ, സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ. ശരിക്കും എൻ്റെ ഉള്ള് അന്നൊന്ന് കുളിർന്നു. ആ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണെന്ന് പോലും തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ അവൻ എന്നേക്കാൾ 1-2 വയസ്സിന് മാത്രം ഇളയതാണ്. അത്രയേ ഉള്ളൂ. അവൻ എൻ്റെ പുരുഷനാകാൻ പറ്റും. പക്ഷേ ഒന്നും നടക്കില്ലെങ്കിൽ പോലും ഇതൊരു സ്വപ്നമാണ്. ഇന്ന് മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അവൻ എൻ്റെ ഭർത്താവാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ അതിനകത്തേക്ക് കാല് വെച്ചത്. പാലവൻ പകുതി കുടിച്ചിട്ട് എനിക്ക് തന്നു. പഴവും അങ്ങനെ തന്നെ. പിന്നീട് ഞങ്ങളുടെ സംസാരമൊക്കെ ശരിക്കും കൃത്രിമത്വമായിരുന്നു. കാര്യം കല്യാണം കഴിച്ച ആൾക്കാരെ പോലെ തന്നെ ഞങ്ങൾ വെറുതെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. 2 പേരും അത്രയ്ക്കൊന്നും അറിയാത്ത ആൾക്കാർ ആദ്യം കാണുന്നു എന്നുള്ള രീതിയിൽ ചില കുസൃതി വർത്തമാനങ്ങൾ. അത് കഴിഞ്ഞ ശേഷം ഇനി ഞാനൊന്ന് തൊട്ടോട്ടെ എന്നവൻ ചോദിക്കുന്ന പോലെ അഭിനയിച്ചു. ഞാൻ ലജ്ജയോടു കൂടി അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാൽവയ്പ്പാണെന്ന് അവനും അറിയാം. പക്ഷേ അവൻ വളരെ സ്നേഹത്തോടുകൂടിയും തന്ത്രപരമായിട്ടും എൻ്റെ സ്വപ്നത്തിലെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറിയത്. വളരെ സാവകാശം, ഓരോ കാര്യങ്ങൾക്കും നീതിപൂർവകമായ ഒരു സാഹചര്യം ഒരുക്കി അവൻ ഓരോ സമതലങ്ങളും ഉയർത്തിയെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ലാളനകളുടെ ആശാനായിരുന്നു അവൻ. മോഹങ്ങളുടെ മോഹനായകനാണവൻ. വണ്ടുകളുടെ രാജാവാണവൻ. നുഴഞ്ഞു കയറ്റക്കാരുടെ നേതാവാണവൻ. കുന്തപ്പടയാളികളുടെ സേനാധിപതിയാണവൻ. മലയിടുക്കുകൾ താണ്ടി താഴത്തെ താഴ്വരയിൽ വെള്ളം കുടിക്കാൻ വന്ന കൊമ്പുള്ള വരയാടിൻ കുട്ടിയായ അവൻ. അപൂർവമായൊരു അഭിനയ മുഹൂർത്തവും യഥാർത്ഥവും ഒത്തിണങ്ങിയ ഒരു സമ്മേളനമായിരുന്നു അതെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരാൾ കൂട്ടു നിൽക്കുക, അതിലും മികച്ച സിറ്റുവേഷൻ എന്തുണ്ട്? എന്നാലാവും വിധം ഞാനും ആടി പാടി ഒരു തടസ്സങ്ങളും മറകളുമില്ലാതെ എന്നിലേക്ക് പ്രവഹിക്കുന്ന ഒരു പ്രവാഹിനിയായി അവൻ. എൻ്റെ മനസ്സ് അന്നാണ് ശരിക്കും ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നെന്ന് തോന്നുന്നു. എന്തായാലും അന്നത്തെ ദിവസത്തോടുകൂടി ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. പെർഫെക്റ്റ് കപ്പിളാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാഡം ഞാൻ അവനിലേക്ക് ആകൃഷ്ടയായത്. അത് കഴിഞ്ഞ ശേഷം അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇത്തരം സ്നേഹപ്രകടനങ്ങളല്ല വേണ്ടത്, നമുക്ക് ഓരോ വട്ടവും ഓരോ തീമായിരിക്കണം എന്ന് പറഞ്ഞു മാഡം. പിന്നീട് അവൻ്റെ 2 ഫ്രണ്ട്സിനെ എനിക്ക് പരിചയപ്പെടുത്തി. അവരുടെ കൂടെ ഓപ്പണുള്ളൊരു ജീപ്പിലാണ് ഞാൻ പോയത്. വലിയൊരു തേയില എസ്റ്റേറ്റ് ആയിരുന്നു. അതിനുള്ളിലേക്ക് കുറച്ച് മലമുകളിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റിയ ശേഷം ഓപ്പൺ എയറിൽ 3 പേരും ഞാനും മാത്രം. അവർക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ. ചുറ്റുമുള്ള ഒന്നിനെയും ഭയപ്പെടാതെ വന്യമൃഗങ്ങളെപ്പോലെ ഞങ്ങളും വന്യതയുടെ വിശാലതയിൽ അലിഞ്ഞൊഴുകി. പിന്നീട് അവനും അവന് കണക്ട് തന്ന പല ഫ്രണ്ട്സുമുണ്ട്. എല്ലാവരും കൂടി വ്യത്യസ്തമായ രീതികളിലേക്ക് പോകാൻ തുടങ്ങി മാഡം. ചിലപ്പോൾ ഫോറസ്റ്റ് ആകാം, ചിലപ്പോൾ റബ്ബർ എസ്റ്റേറ്റ് ആകാം, ഇല്ലെങ്കിൽ ആളൊഴിഞ്ഞ ഒരു വെള്ളച്ചാട്ടമാകാം, ഓപ്പണായ ടെറസായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കടൽത്തീരമാകാം, കണ്ണത്താ ദൂരെ കിടക്കുന്ന പാടശേഖരമാകാം, ചിലപ്പോൾ ഒരു മരത്തണലാകാം. ഇങ്ങനെ പലവിധ വ്യത്യസ്ത പ്രദേശങ്ങളുമായിട്ട് ഞങ്ങളിപ്പോൾ തീമായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചൊരു ചിന്തയാണ്. ഇനി പുതിയൊരു തീം, പുതിയൊരു പ്രദേശം, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. അവനും ഏകദേശം 7 ഫ്രണ്ട്സോളം ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓരോ വട്ടവും വ്യത്യസ്തമായൊരു സാഹചര്യം, വ്യത്യസ്തമായൊരു തീമാകണം. ഇതൊക്കെ ജോലിയുടെ പേരിൽ ഞാൻ പല ട്രെയിനിങ്ങുകളാണ്, ക്യാമ്പയിനാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിലൊന്നും എൻ്റെ ഭർത്താവിന് പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു മാഡം. കാര്യം എല്ലാവരും കൂടി ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പുതിയ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ലഹരിയായിരുന്നതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികമൊന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഇതിനിടയ്ക്കാണ് മാഡം എൻ്റെ ചില പേക്കൊത്തുകൾ ആരോ ഐഫോണിലെടുത്തത്. അത് നല്ല ക്ലിയർ ആയിട്ട്. പക്ഷേ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഒരിക്കലും അതാരും എന്നെ നിർബന്ധിക്കുന്നതല്ലെന്നും. അതുകൊണ്ട് തന്നെ അത് എന്നെ നിർബന്ധിച്ചെടുപ്പിച്ചതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല.
അത് എനിക്ക് നീക്കം ചെയ്യണമെന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും മറ്റു പലരുടെയും കയ്യിൽ ചെന്നതുകൊണ്ട് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ എന്നെ അറിയുന്നവരോ ഒക്കെ അത് കാണാൻ വഴിയുമുണ്ട്. അവിടെ എനിക്ക് തല കുറിച്ച് നിന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ പേരുദോഷമാകും വരാൻ പോകുന്നത്. ആ സമയത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഭർത്താവും ഞാനും തമ്മിലുള്ള കരാറ് പൊളിച്ച് ഞാൻ പുറത്തു പോകണോ, സ്വതന്ത്രമായിട്ട് ജീവിക്കണോ? വീട്ടുകാരെന്തായാലും എന്നെ ഇനി ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഭർത്താവും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സിറ്റുവേഷനെ നന്നായി ഞാൻ പേടിച്ചിരുന്നു. ആ സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തിരഞ്ഞപ്പോഴാണ് മാഡത്തിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. എന്തായാലും ഇതൊക്കെ നേരിട്ടേ പറ്റുകയുള്ളൂ. നമ്മളെ മാത്രം ആളുകൾ നോക്കിയിരിക്കുകയല്ലെന്നും ഈ വീഡിയോ ഒക്കെ പിന്നീട് മറഞ്ഞു പോകുമെന്നും എനിക്ക് മനസ്സിലായി. എന്നാലും അതവിടെ കിടന്ന് ഓടും. 90 വയസ്സായാലും അത് ആരുടെയും കയ്യിൽ കാണുകയും ചെയ്യും. അപ്പോൾ പേരുദോഷം ഇനിയിപ്പോൾ മാറാൻ പോകുന്നില്ല. പൊട്ടിത്തെറികളുടെ കാലമാണ് വരാൻ പോകുന്നത്. വിവാഹബന്ധം അനാവശ്യമായ കെട്ടുപാടുകളൊന്നുമില്ലാതെ ഇപ്പോഴുള്ള പല സെലിബ്രിറ്റികളും കഴിയുന്നില്ലേ, അതേപോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടം മാഡം. ഭാവിയിൽ അങ്ങനെ അങ്ങ് നിന്നാലോ എന്ന് വിചാരിക്കുകയാണ്, ഒന്നിനെയും കൂസാതെ. അതല്ലേ മാഡം നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. ഭർത്താവുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അവസാനം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു ഫാൻറ്റസി വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. അവിടെ ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. പിന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ 100,000 ആണുകൾ കൂട്ടു നിൽക്കാൻ കാണും. അവളുടെ സൗന്ദര്യം അസ്തമിക്കും വരെ, അത് ഉറപ്പാണ്. എന്തായാലും വീഡിയോ ലീക്കായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നിങ്ങളുടെ തന്നെ വന്ന മിസ്റ്റേക്കാണ്. വീഡിയോ വന്നു, അതിനിപ്പോൾ എന്താണ്? മനുഷ്യർ സ്വാഭാവികമായിട്ട് കാണിക്കുന്ന ഒരു ആക്റ്റാണ്. അതാരോ എടുത്തു, മിസ്റ്റേക്കായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കലി പെരുമാറിയതാണ്. അപ്പോൾ അത് ഓക്കെ, വരുന്നവിടെ എത്തിച്ച് കാണാം. ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഇനിയിപ്പോൾ എന്താണ്? വലിയ ആരെയും ഒന്നും ദ്രോഹിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ അതിനെ കണ്ടു മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ സമൂഹം കല്ലെറിയും. വീട്ടുകാർ ചിലപ്പം വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ഭർത്താവ് വേണ്ടാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരാളെ കണ്ടെത്തി ജീവിക്കാം. നല്ലൊരു ജീവിതം ജീവിക്കൂ, ദാമ്പത്യ ജീവിതം ജീവിക്കൂ എന്നല്ലേ നമ്മൾ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ജാതകം നോക്കി കല്യാണം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്നേഹബന്ധം അങ്ങനെയുള്ള ഒരാൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ കുറവുകളും കൂടുതലുകളും എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാൾ വന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ജാതകമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ശ്രമിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നിനെയും കൂസാതെ അവനവൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിക്കുക, അത് തെറ്റൊന്നുമല്ല. നന്നായി ജീവിക്കൂ എന്ന് നമുക്ക് ഉപദേശിക്കാനല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെയല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി. നമുക്കോരോ സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക. എന്തായാലും ധൈര്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ട്. വരുന്ന ഓരോ കാര്യങ്ങളെയും ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുക. പ്രതിസന്ധികളെ തരണം ചെയ്യുക. അനാവശ്യമായുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളുടെ മനസ്സറിയാവുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ ജാതകവും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാര്യം ഒരിക്കലും നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങ് കെട്ടുവിട്ട പട്ടം പോലെ പറക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആർക്കും. അതൊരു നല്ല ഉപദേശമല്ല. അപ്പോൾ ആദ്യം എപ്പോഴും നല്ല കാര്യം ട്രൈ ചെയ്യുക. ഇനി പറ്റിയില്ലെങ്കിൽ ഓക്കെ, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക. അല്ലാതെ ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. ആർക്കും അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറ്റിത്തരാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുക. അത് നന്നായി സധൈര്യം നേരിടുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇപ്പോൾ വായിട്ടലേക്കേണ്ട കാര്യമില്ല.